നിസ്കാരം ഒരു ആനന്ദമായി കാണുക, അനുരാഗമായി കാണുക. അതിൽപ്പെട്ടവരായിരുന്നു ഹല്ലാജ് എന്നവരൊക്കെ. ഹല്ലാജ് എന്നവർക്ക് തങ്ങൾ എങ്ങനെയായിരുന്നു? ഹല്ലാജ് കൊല്ലുന്നാൾ അന്നോ ഞാനുണ്ടെങ്കിൽ അവർ കൈ പിടിച്ചേനും എന്ന് പറഞ്ഞോവർ. ഒരു ദിവസം 1000 റക്അത്ത് നിസ്കരിക്കുന്ന വലിയ ആരിഫായിരുന്നു ബഹുമാനപ്പെട്ട ഹല്ലാജ് എന്നൊരു. നിസ്കാരത്തിൽ വല്ലാത്ത ആനന്ദം കണ്ടെത്തിയവരാണ്. അല്ലാഹുവേ, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് വേണ്ടതുപോലെ അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. അഭിവന്ദരായ ശൈഖുനാ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് ദൈർഘ്യമുള്ള സുജൂദിൽ ഇങ്ങനെ കിടക്കും. എത്രയാണ് അവിടുന്ന് സുജൂദിൽ കിടക്കുന്നത്? അല്ലാഹ് അല്ലാഹ് അല്ലാഹു എന്നുള്ള ചിന്തയാണ്, ഫിക്റാണ്. അല്ലാഹുവിൻ്റെ ചിന്തയിലങ്ങ് വരുമ്പോൾ ആ മഹബത്തിൽ ഇങ്ങനെ അലിഞ്ഞു തീരുകയാണ്. എല്ലാ ഔലിയാക്കളും അങ്ങനെയാണ്. പിന്നെ കാണുന്നതെല്ലാം അല്ലാഹ്, കേൾക്കുന്നതെല്ലാം അല്ലാഹ്, ചിന്തിക്കുന്നതെല്ലാം അല്ലാഹ്. അൻതൽ ഹാദി അൻതൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാഹു. അതൊരു ലയനമായി മാറാൻ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പം എല്ലാ മഹാന്മാരും അതിൻ്റെ ഖുശൂഓടുകൂടെയാണത്. ശൈഖുനാക്ക് അങ്ങനെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ആ ചരിത്രം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരാറുള്ളത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ലോകത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ദുആ ചെയ്യാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണി തങ്ങളെയാണ് ഓർമ്മ വരുന്നത്. ഉവൈസുൽ ഖർണി തങ്ങളാരാണ്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇറാഖിലെ കറയിൽ ജീവിച്ച മഹാനാണ്. വഖാറനിൻ വഅദനിൻ വലാഹിഖിൻ വശദ്ഖമിൻ വഹൈലത്തിൻ വവാസിഖി. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണി തങ്ങൾ തൻ്റെ ആനന്ദം ബഹുമാനപ്പെട്ടവർ രാത്രി സമയം പകൽ സമയം മുഴുവനും ഉമ്മക്ക് ഖിദ്മത്തിലാണ്. രാത്രിയായാലോ എന്തൊരു സന്തോഷമാണ്. അതെല്ലാ മഹാന്മാരും അങ്ങനെയാണ്. രാത്രി വരുമ്പോൾ അള്ളാഹിനോട് ശാന്തമായി അങ്ങ് സംസാരിക്കുവാനും അല്ലാഹു അല്ലാഹു അല്ലാഹ് അനുഭൂതിയായി അനുരാഗമായി ലയനമായി വരികയാണ്. പിന്നെ ലോകത്ത് ഒന്നും അവർ അറിയുന്നില്ല, അള്ളാഹുവിൻ്റെ ശ്രദ്ധയിലാണ്. ആ ലയനം അത് മഹാന്മാർക്കൊക്കെ എങ്ങനെയാണ്? മുസ്തഫ നബി തങ്ങളൊക്കെ അവിടുന്ന് ഖുർറത്തു ഐനി ഫിസ്സലാഹ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ കൺകുളിർമ, അതിലങ്ങ് ലയിച്ചു പോവുകയാണ്. ആ ലയനം മഹാന്മാർക്കൊക്കെ ഇഷ്ടമാണ്. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണി തങ്ങൾ ബഹുമാനപ്പെട്ടവർ പാതിരാ സമയം രാത്രി വരുമ്പോൾ എല്ലാ മഹാന്മാർക്കും വലിയ സന്തോഷമാണ്. അള്ളാഹിനോട് ശാന്തമായി സംസാരിക്കുവാനുള്ള സന്തോഷമാണ്. വന്നാസുനിയാം, ജനങ്ങളൊക്കെ ഉറങ്ങുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് സംഭാഷണം. ദിക്റുല്ലാഹി അസ്സ വജല്ല. ഉവൈസുൽ ഖർണി തങ്ങൾ രാത്രി ഇങ്ങോട്ടായ സന്തോഷമായി. തങ്ങളെ വറുകള് അങ്ങനെ രാത്രിയിൽ ചെറിയൊരു കുന്നിൻ്റെ മേഖലിങ്ങനെ കയറിയിട്ട് അവിടെ നിന്നിങ്ങനെ വിളിച്ചു പറയും, ഹാദാ യൗമുസ് സുജൂദ്, ഇതെൻ്റെ സുജൂദിൻ്റെ സമയമാണ്, ദിവസമാണ്. അന്ന് നേരം വെളുക്കുന്നത് വരെ സുജൂദിൽ ഇങ്ങനെ കിടക്കുകയാണ്.
ചില്ലറ ആനന്ദമാണോ ഇത്? നെക്സ്റ്റ് രണ്ടാമത്തെ ദിവസം വരുമ്പോൾ രാത്രിയിൽ ഇങ്ങനെ കുന്നിൻ്റെ മേലെ കയറിയിട്ട് വിളിച്ചു പറയും, ഹാദാ യൗമുർ റുക്കൂ, ഇതെൻ്റെ റുക്കൂഴിൻ്റെ ദിവസമാണ്. അന്ന് നേരം വെളുക്കുന്നതുവരെ അവിടുന്ന് റുക്കൂഴിലാണ്. അതാണ് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണി തങ്ങള്. ആ ഉവൈസുൽ ഖർണി തങ്ങൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇറാഖിൽ ജീവിച്ച മഹാനാണ്. മുസ്തഫായ നബി തങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ടവർ ഉമ്മന്റെ ഖിദ്മത്തിലായി. പക്ഷേ കാഴ്ചയിൽ ഭ്രാന്തനെ പോലെ ജീവിച്ച മഹാൻ. മനുഷ്യന് ഉയർന്നാൽ മലക്കുകളെക്കാളും ഉയരാമെന്ന് തെളിയിച്ച മഹാൻ ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു. ആ ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു തങ്ങളടക്കമുള്ള മഹാന്മാർ, ശൈഖുനാ സിയം വലിയുല്ലാഹി അങ്ങനെയാണ്. ചില സ്ഥലത്ത് സുജൂദിലങ്ങ് വീണാൽ കുറേ നേരം സുജൂദിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് അള്ളാഹുവിലുള്ള ആ ഒരു ഇഷ്കിലും മഹബത്തിലും അങ്ങ് ലയിക്കുകയാണ്. അപ്പോൾ എല്ലാ മഹാന്മാരും ആനന്ദം കണ്ടെത്തിയവരാണ്. റഹ്മുറാഹിമായ റബ്ബേ, മഹാന്മാരെ പോലെ അത്രയൊന്നും ഞങ്ങൾക്ക് കയ്യില്ല എങ്കിലും അവരോട് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും വേണ്ടതുപോലെ നിർവഹിക്കുവാൻ, അമലുകൾ ചെയ്യുവാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ജസ്റ്റ് ടൈം പാലിക്കുക എന്നുള്ള, നിസ്കാരത്തിൻ്റെ ടൈം പാലിക്കുക എന്നുള്ള. ടൈം ബാങ്ക് കൊടുത്താൽ പിന്നെ അത് കാര്യം നിർവഹിക്കുക. സൗഫായി പോകരുത്. ഉസാലിമാമ തങ്ങൾ പറഞ്ഞു, അത് കുറച്ചും കഴിഞ്ഞ് ചെയ്യുക, കുറച്ചും കഴിയട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ അത് കുറച്ചുകൂടെ അങ്ങ് കഴിഞ്ഞ് ഖളായിലേക്ക് അങ്ങ് പോരാണ്ടാകുക. സൗഫ വേണ്ട. ആ സമയത്തങ്ങ് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ സന്തോഷമാണ്. മാഷാ അല്ലാഹ്. അതിൽ ഉവൈസുൽ ഖർണി തങ്ങൾ ബഹുമാനപ്പെട്ടവർ അങ്ങനെയായിരുന്നു. ബഹുമാനപ്പെട്ടവർ കൃത്യമായി കൊണ്ട് നിർവഹിക്കപ്പെടുന്നു. ബഹുമാനപ്പെട്ടവർ കാഴ്ചയിൽ ഭ്രാന്തനെ പോലെയാണെന്ന് പറഞ്ഞല്ലോ. നടന്നങ്ങനെ പോകുമ്പോൾ പലപ്പോഴും കുട്ടികളൊക്കെ ഇങ്ങനെ കളിയാക്കും, ഭ്രാന്തൻ. ബഹുമാനപ്പെട്ട തങ്ങളെ വറുകൾ ഉവൈസുൽ ഖർണി തങ്ങൾ ഇങ്ങനെ നടന്നു പോകുകയാണ്. ഒരു ദിവസം അങ്ങനെ നടന്നു പോകുമ്പോൾ കുട്ടികളിങ്ങനെ പിന്നാലെ കൂടി കല്ലെടുത്തെറിയുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണി തങ്ങള് കുട്ടികളോട് പറയാണ്, മക്കളെ, നിങ്ങൾ എന്നെ കല്ലെടുത്തെറിഞ്ഞോളൂ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ എന്നെ എറിയുന്ന സമയത്ത് ചെറിയ കല്ല് കൊണ്ട് നിങ്ങൾ എറിയണേ മക്കളെ. കാരണം വലിയ കല്ല് കൊണ്ട് നിങ്ങളെറിഞ്ഞാൽ ആ കല്ല് വരുമ്പോൾ എൻ്റെ ദേഹത്ത് തട്ടിയാൽ രക്തം പൊടിഞ്ഞു പോകും. അങ്ങനെ ആ സമയത്തെങ്ങാനും നിസ്കാരത്തിൻ്റെ ടൈമായാൽ അത് നിർവഹിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് നിങ്ങൾ എന്നെ എറിയുമ്പോൾ ചെറിയ കല്ല് കൊണ്ട് നിങ്ങൾ എറിയണേ മക്കളെ. ബഹുമാനപ്പെട്ട സയ്യിദനാ ഉവൈസുൽ ഖർണി തങ്ങളെന്ന് ഹോജാ. അല്ലാഹുവേ, വേണ്ടതുപോലൊക്കെ നിർവഹിക്കുവാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിലെൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുന്നത്ത് നിസ്കാരങ്ങളിൽ ദുഹാ നിസ്കാരം പതിവായി നിസ്കരിക്കുക. എല്ലാ സ്വാലിഹീങ്ങളെയും സ്വാലിഹീങ്ങളാക്കിയത്, ആരിഫീങ്ങളാക്കിയത് ദുഹാ നിസ്കാരം വല്ലാത്തൊരു മഹത്താണ്. അത് രാവിലെ ഒരു 8 മണി 9 മണി ആ ടൈം ഇങ്ങോട്ടായാൽ ദുഹാ നിസ്കാരം, ഖൽബ് നന്നാവാൻ, മുഖം പ്രകാശിക്കാൻ ദുഹാ നിസ്കാരം വളരെയേറെ ബെറ്ററാണ്. വിത്ർ നിസ്കാരം, രാത്രിയുള്ള നിസ്കാരം, തഹജ്ജുദ് വളരെ വളരെ നല്ലതാണ്. സുന്നത്ത് നിസ്കാരങ്ങളോട് കൂടെ ഇങ്ങനെ അടുക്കുന്ന സമയത്ത് വല്ലാതെ അനുഭൂതിയാണ്. റഹ്മുർ റഹീമായ റബ്ബ് നമുക്ക് വേണ്ടതുപോലെ നിർവഹിക്കുവാൻ തൗഫീഖ് നൽകട്ടെ.